മക്കളെ ഇന്നത്തെ പ്രമോ വന്നിരിക്കുകയാണ്. എന്തായാലും ലാലേട്ടൻ ഒരു മറ്റേ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആരൊക്കെ ഇന്നാകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദിലയോട് ചോദിക്കുന്നു. ആദില പറയുന്നത് അനുവും നൂറയും ഇന്നാകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരാളുടെ പേര് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. ലാസ്റ്റ് വന്നേക്കുന്നത് നെവിൻ്റെ പേരാണ്. പക്ഷെ ലാലേട്ടൻ്റെ കയ്യിൽ കുറേ ബുക്കുണ്ട് കേട്ടോ. കുറേ ഇതുണ്ട്. എന്താണെന്നറിയാം, ചിലപ്പം നെവിൻ്റെ പണിഷ്മെൻ്റ് ആണോ അതോ ഇനി വേറെ എന്തോലും ആണോന്ന് അറിയത്തില്ല. എന്തായാലും എനിക്കും ഞാനിങ്ങനെ കേട്ടതിങ്ങനെ എല്ലാവരും പറയുന്ന കേട്ടോ. എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ ആര്യൻ ഔട്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയൂല ഇനി ആര്യനാണോ. നെവിൻ ഔട്ടാകണം. നെവിൻ ഔട്ടായേ പറ്റത്തുള്ളൂ. നെവിൻ ഔട്ടാക്കണം, അതാണ് വേണ്ടത്. നെവിൻ ഔട്ടായാലേ പറ്റത്തുള്ളൂ. എന്താണ്, അല്ലെങ്കിൽ ഇത്രയും പ്രേക്ഷകരൊക്കെ ഉണ്ടാക്കന്മാരാണെന്ന് വിചാരിക്കത്തില്ലേ. ഇത്രയും ജനലക്ഷങ്ങൾ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്രോഗ്രാംസിൽ, ലക്ഷങ്ങൾ കാണുന്ന പ്രോഗ്രാമിൽ നെവിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന നെവിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഷാനവാസ് വന്നാലും ഷാനവാസിനോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഷാനവാസിന് കേൾക്കൂല എന്നാലും പറഞ്ഞിട്ട് ഷാനവാസിനോട് പറയാനുള്ളത് എന്തായാലും നെവിനെ നിർത്തല്, നെവിനെ പുറത്താക്കാൻ തന്നെ ഷാനവാസ് പറഞ്ഞു കേൾക്കത്തുള്ളൂ. കാരണം നെവിനെ ഇനി അവിടെ വെച്ച് കുറിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് ഫാൻസ് ഉണ്ടെന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും. എന്തായാലും ലാലേട്ടനും സീരിയസ് മൂഡിലാണുള്ളത്. ഫേസ് കണ്ടിട്ട് സീരിയസ് മൂഡിലാണ്. അറിയത്തില്ല എന്തുവായാലും ആരാ പോകുന്നത്. എന്തായാലും ആര് പോലെ അക്ബറോ ആര്യനോ നെവിനോ പോയാലും ഒരു കുഴപ്പമില്ല. ഈ 3 പേരും ഒന്നിച്ച് പോയാലും അത്ര നല്ലതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ പ്രമോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം വരെ നമുക്ക് നോക്കിയിരിക്കാം അല്ലേ. ടാറ്റ ബൈ ബൈ. അപ്പം വീണ്ടും കാണുന്നവരെ വരെ വഴക്കം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.